കേട്ടോടാ മോനെ, നീ നിൻ്റെ തന്തയുടെ ഐഡൻറ്റിറ്റിയിൽ വായോ സിറാജുദ്ദീൻ. കേട്ടോ, നിൻ്റെ തന്തയുടെ പേരിൽ വേടാ പോടാ. എന്തുണ്ട് വിശേഷം, സുഖമാണോ? ഷെരീഫ് മുഹമ്മദ് സുഖം. ഇൻസ്റ്റ ഐ ലവ് യു ആയിക്കോട്ടെ. എവർഗ്രീൻ വീഡിയോ. തറാവി നിസ്കരിച്ചോ? ഇല്ലടാ. സിറാജുദ്ദീൻ, നിനക്ക് തന്തയുണ്ടോ? കിളവി, തന്തയില്ലാതെ ഒരു മക്കളുണ്ടാവില്ലടാ. നീ എവിടെ നിന്നാടാ വരുന്നത്? കേട്ടോ, നിൻ്റെ തള്ള നിന്നെ പിഴച്ച് പറ്റതാണെന്നുണ്ടെങ്കിലും നിനക്കൊരു തന്തയുണ്ടാകും. കേട്ടോടാ മോനെ. നിന്റെ തള്ളയോടൊന്ന് പോയി ചോദിക്കൂ ഏതിൻ്റെയാണ് ഞാനെന്ന്. ഇപ്പോൾ കൺമുന്നിൽ നീ വിളിച്ചുകൊണ്ടിരിക്കുന്നതാണോ നിൻ്റെ തന്ത, അതോ വേറെ ഒറിജിനൽ ഉണ്ടോയെന്ന് തള്ളയോടൊന്ന് പോയി ചോദിച്ചു നോക്കടാ. സ്വന്തം ഐഡൻറ്റിറ്റി വരാത്ത നീയൊക്കെ അങ്ങനെ പിഴച്ച് പറ്റ തന്നെയാടാ. പോടാ. നീ ഇന്നലെയും വന്ന് കുറേ അങ്ങ് ഉണ്ടാക്കി പോയതാ. വേണ്ട 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 എന്ന് നീ തലേ കയറുന്നോടാ. പോടാ. ഓരോ കമൻറ്റിൽ നിന്നും എനിക്കറിയാടാ ഇവിടെ വന്ന് കമൻറ്റ് ഇടുന്നത് ആരാന്നുള്ളത്. പോടാ കടന്നിട്ട്. റിയൽ വേൾഡ്, റിയൽ ലൈഫ് വേൾഡ്. ഹായ്, വന്നല്ലോ എൻ്റെ ഡ്രൈവറെ. സിറാജുദ്ദീൻ ആടാ, എന്നെ നിൻ്റെ തന്തയുടെ കൈകളിലേക്ക് തൂറിയിട്ടത് നിൻ്റെ തന്തയുടെ തൊള്ള നിറയെ എൻ്റെ തള്ളയുടെ തീട്ടായിരുന്നു. പോടാ. തീർത്ത നിങ്ങളെ നോമ്പ് എടുക്കാറുണ്ടോ? ഇന്നെന്താടാ? അഷറഫ് അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. നത്തിങ് ഹിന്ദു അവറ. നിങ്ങളൊരു ജാമ്യതയാണ് നിന്റെ. പടാ പടാ അവൻ വന്നേക്കുന്നു. എന്നെ മിസ് ചെയ്തു താത്ത. അങ്ങനെ ഒരു കുഴപ്പമേ ഉണ്ടായില്ല. നോ പ്രോബ്ലം. നോ തെറി. അല്ലടാ, അവൻ ഇന്നലെ വന്ന് കുറേ കൊണാപ്പിച്ചതാണ്. ഞാൻ വേണ്ട 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 എന്നിരിക്കുമ്പോൾ അവൻ്റെ വിചാരം ഓ സിറാജുദ്ദീൻ എന്നുള്ള പേരിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഓ ഇസ്ലാമാണെന്നുള്ളത്. അപ്പോൾ ഓടാ കടന്നിട്ടൊന്നും അതാ പറഞ്ഞു. പോട്ടെ, ഇത്ത നോമ്പല്ലേ, അങ്ങ് ക്ഷമിച്ചേക്ക്. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ആദ്യം. എന്ത് ചെയ്യാനാടാ, അവൻ സിറാജുദ്ദീൻ എന്നുള്ള പേര് വെച്ച് വന്നിട്ട് അവൻ്റെ തന്തയുടെ പേരിൽ വരട്ടെ. അതല്ലേ നല്ലത്. ഇത് തന്തയ്ക്ക് പറക്കാത്ത ആണത്തുള്ള തന്തയ്ക്ക് പറക്കാത്ത മൊണ്ണകൾ വന്നിട്ട്. ഹായ് താത്ത ഐസ. സിറാജുദ്ദീൻ അല്പം ചാണകം തരട്ടെ. അവിടെ തിരികെ വയ്ക്കേടാ. നീയും നിൻ്റെ വീട്ടുകാർ നിൻ്റെ തന്തയൊക്കെ ചാണകത്തിൽ മുങ്ങിക്കെടുകയാണെന്നുള്ളത് എനിക്കറിയാം കേട്ടോ. അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചെന്നും അറിയാം. എന്തായാലും എനിക്ക് ചാണകത്തിൻ്റെ ആവശ്യമില്ലടാ. ഞാൻ നല്ല ഒന്നാം തരം മാർക്സിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഓക്കെ, നല്ല തണ്ടേടുള്ളോളാ. പോടാ. ചാണകത്തിൽ മുങ്ങിക്കെടുക്കണ നീയൊക്കെ അത് തിന്ന് ജീവിക്കടാ മോണ്ണെ. കേട്ടോ. എന്ന് വെച്ചാൽ എന്താ താത്ത മനസ്സിലായില്ല. താത്ത ഏജ് പറയും. 60-65 അയക്കണ്ട കേട്ടോ. ഗൈസ്, നമുക്ക് റിപ്പോർട്ട് ചെയ്ത് ഈ ദേശീയ പൂട്ടിക്കാം. നീയേ നിൻ്റെ ആ സംഗീതരം നീ അങ്ങ് അടിച്ചിട്ട് പോടാ മോണ്ണെ. കേട്ടോ സിറാജുദ്ദീനെ. നിൻ്റെ ആ സംഗീതരം ഉണ്ടല്ലോ നിൻ്റെ ഇതിൽ വെക്കടാ. പോടാ പോടാ പോടാ. അവൻ വന്നേക്കുന്ന്. പോയി ചാകടാ. നീയൊക്കെ മണ്ണും ചാണകമില്ലാത്തതിനെ പോയി ചാകടാ. നിങ്ങൾക്ക് എന്തിനടാ ജീവിക്കുന്നത്? പോടാ 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 പോടാ. കമ്മ്യൂണിസ്റ്റ് നിൻ്റെ പോടാ നടന്നിട്ട്. കമ്മ്യൂണിസ്റ്റല്ലേ നിങ്ങൾ? പർദ്ദ യൂസ് ആക്കാൻ പാടില്ല. ആര് പറഞ്ഞു? റഷീദ് ഹായ്. താറാവി കഴിഞ്ഞോ? ഇന്ന് നോമ്പ് തുറക്കാൻ എന്തുണ്ടാക്കി? ഞങ്ങളെന്താ ഇന്ന് മുന്തിരി ഉണ്ടായിരുന്നു, ചെറുപഴം ഉണ്ടായിരുന്നു, പിന്നെ സേമിയം പായസം ഉണ്ടാക്കി. അതിന് സിറാജുദ്ദീൻ BJP-കാരനല്ല താത്ത. SDP ആണ്. അല്ല, ഒരിക്കലല്ല. ഡേ നിർത്തൂ. നീ കുറേ നേരമായാലും പരടയും തള്ളയ്ക്ക് പറയുന്നു. മോന്ത നോക്കി ഒന്ന് അങ്ങോട്ട് കൊടുക്കാൻ ആരുമില്ലാടാ. ഇവൾ കിടന്നു ചിരയ്ക്കുന്നേ. ആഹാ വിഷ്ണു, ഇങ്ങ് പോരടാ. എടാ വിഷ്ണുവേ, നീ എവിടെടാ? ഇങ്ങ് പോരടാ കേട്ടോ. നീ ഇങ്ങ് പോരടാ മോനെ. കേട്ടോടാ.
നീ ഇങ്ങ് പോരടാ വിഷ്ണു എൻ്റെ മോന്തക്കിട്ട് തരണമെങ്കിൽ, നിന്റെ കയ്യിന് ഇലവുണ്ടെങ്കിൽ ഇങ്ങ് പോരടാ. എന്തുവാടാ ഡ്രൈവറെ? റഷീദ് ഹായ്. ഹായ് സുഖമാണോ? സുഖം തന്നെ, പിന്നെന്താ ഗന്ധർവ സുഖം. അഫ്ഗാനിസ്ഥാൻ സ്വർഗമാണോ താത്ത? എനിക്കറിയില്ലടാ കേട്ടോ. ജോർജ് പഴം ഇഷ്ടമാണോ? അതെന്തുവാടാ അങ്ങനെ ഒരു ചോദ്യം? നീ ആ ഡബിൾ മീനിങ് അങ്ങ് മാറ്റി വെച്ചേരട്ടെ മോനെ കേട്ടോ. നീ മക്കളോടും ചോദിക്കുമോണ്ട, നീ നിന്റെ പെൺമക്കളോടൊക്കെ നീ ചോദിക്കുമോ പെൺമക്കളെ നിങ്ങൾക്ക് പഴം ഇഷ്ടമാണോന്ന്? സോറി സിരാജുദ്ദീൻ എന്നാൽ എന്താണോ? സിരാജുദ്ദീനെ പോടാ, നീ നിന്റെ തള്ളെ പോയി വിളിയടാ. നിന്നെ പിഴച്ച് പറ്റ നിന്റെ തള്ളെ പോയി വിളിയടാ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ, താങ്ക് യു. വിത്ത് ഈസ് ദിസ് ഓൺ പിക്ക്. ഹലോ, അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളുടെ എല്ലുടിയാതി മർദ്ദിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇന്ത്യയിൽ വരണമോ? വരുന്നതൊക്കെ കണ്ട് വരട്ടെടാ, എന്തൊക്കെ വിരിച്ചങ്ങോട്ട് വരട്ടെ, നമുക്ക് നോക്കാം കേട്ടോ. വാ അടക്കടി വിഷു, നിൻ്റെ തള്ളയല്ലടാ അത്. നീ പറയുമ്പോഴേക്കും വായടയ്ക്കാൻ കേട്ടോട്ടാ. തള്ളയോട് പോയി പറയടാ മോണെ. എല്ലോടിയാതെ എത്ര വേണമെങ്കിലും സ്ത്രീകളെ അടിക്കുമെന്നാണ് ഇസ്ലാമിക നിയമം. അവിടുത്തെ പെണ്ണുങ്ങൾക്ക് തൻ്റെ ഇടമുണ്ടെങ്കിൽ അവർ പോരാട്ടോ. ലിപ്പ് കൊള്ളാം, ആയിക്കോട്ടെ. ഞാൻ വരട്ടേടി, ഇങ്ങ് പോരടാ. നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ എല്ലാം അടിച്ചടിച്ച് കൊല്ലാനാക്കിൽ നിങ്ങൾ സഹിക്കുമോ? നോ, നെവർ. നിന്നെ ദേശിൽ നിന്നുണ്ടാക്കിയതാണോ? എടാ നിനക്കിട്ട് ഞാൻ അടി തന്നു, പിന്നെ നീ വേണം 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 പറയല്ലേ പോടാ കേട്ടോ. ചേച്ചി എനിക്കറിയാത്തതു കൊണ്ടാ ചോദിക്കുന്നേ, ഇങ്ങനെ തെറി പറയാമോ? നോമ്പല്ലേ? അവൻ ചോദിച്ചു പഠിക്കും, എന്ത് ചെയ്യാനടാ. അന്യഗ്രഹ ജീവൻ ഫിലോക്കാലിയ. യു ആർ നെയിം ഫാത്തിമ. മിന്നലിലെ വാർമഴയിൽ നനയാലോ നിനക്ക് വേണോ? എന്തുവാടാ? ശ്രീജ ആരാ? ഞാൻ തന്നെ, എൻ്റെ അച്ഛനമ്മയുടെ പേരാ. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ് ഫാത്തിമ. ഓക്കെ. സാധിക ബോർഡിങ്. സാധിക നിൻ്റെ അപ്പൻ്റെ നെഞ്ചത്താണോടാ ഞാൻ കയറിയിരിക്കുന്നത്? എപ്പോടാ? വേണുഗോപാലേ, തൽക്കാലം അമ്മയെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം വേണുഗോപാലേ കേട്ടോ. എടാ സിറാജുദ്ദീനെ, നീ നിന്റെ തന്തയുടെ ഐഡൻറ്റിറ്റിയിൽ വന്ന് വിളിയടാ. നീ നിന്റെ ഒറിജിനൽ തന്ത നിനക്ക് എന്താണോ പേരിട്ടത് ആ പേരിട്ട് വന്ന് നീ കമൻറ്റ് ഇടടാ. അതാടാ ആണത്തം, അതാടാ അന്തസ്. അല്ലാതെ നീ ഇപ്പോൾ അവിടെ എഴുതിയ വാക്കുണ്ടല്ലോ, അതിനുണ്ടായ മകനായത് കാരണം നീ നിന്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വരാത്തത് കേട്ടോടാ. നിന്റെ തള്ള അങ്ങനെ നടന്ന കാരണം നിനക്ക് അങ്ങനെ വരാൻ നിനക്ക് തൻ്റെ ഇടമില്ലാത്ത. ഇറങ്ങിപ്പോടാ നാറി നണ്ണന്മാരുണ്ടെങ്കിലേ കേട്ടാ. പിഴച്ച സന്തതി. ഹസ്ബൻഡ് എന്താ ജോബ്? എന്നെ പറഞ്ഞതിലും ചേച്ചിയാ. ഹസ്ബൻഡിന് എന്താ ജോബ്? മനസ്സിലാവും. ഫുൾ നെയിം എന്താ ഇത്താ? ശ്രീജ ഫാത്തിമ. കൊടാം. ശ്രീകേഷ് എന്നാണോ? നിനക്ക് ബാസി ഇല്ലേ? മനസ്സിലല്ല. ചെളി വരുന്ന തോന്നിയ വിളിച്ചിങ്ങനെ പറയുന്നു. ചെളി വരുന്ന തോന്നി എന്തോ അത് എന്നാ? ഞാൻ പാലക്കാടുകാരനാടാ, എനിക്കറിയില്ലടാ അങ്ങനെയൊക്കെ പറഞ്ഞ. ബഷീർ കെ പി ഹായ് മുത്തി ഹായ്. ചേച്ചിക്ക് എപ്പോഴും തെറികേടിൽ ഉറക്കം വരില്ല. അവൻ സിറാജ് അല്ലടാ, അവൻ ഇസ്ലാമിൻ്റെ പേരിൽ വന്നതാണ്. അതാണ് എനിക്ക് കലി. ഓക്കെ. അവൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവനോട് എത്രയും ദേഷ്യപ്പെടില്ലായിരുന്നു. അവൻ വന്നിരിക്കുന്നത് അവൻ്റെ ഐഡൻറ്റിറ്റിയിൽ. അവൻ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞ ഇസ്ലാമിൻ്റെ പേരിൽ വരേണ്ട ആവശ്യം ഏർവാടി താത്ത വന്നില്ലടാ. ഇൻസ്റ്റയിലുണ്ടോ? പിന്നെന്തുണ്ട്?
ഇത്താത്ത ഡാഷ് കുടിക്കും വേണുഗോപാൽ. നിൻ്റെ തള്ളയും നിൻ്റെ പെണ്ണുങ്ങളും കുടിക്കണ പോലെ ഞാൻ കുടിക്കാറില്ലടാ കേട്ടോ. നിൻ്റെ പെണ്ണുങ്ങളും നിൻ്റെ തള്ളയൊക്കെ നാട്ടുകാരുടെ മൊത്തം മേടിച്ച് കുടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. ആറിയു വെറിച്ചിൻ 3 കുട്ടികളുണ്ടാ. നോമ്പ് നോക്കിയിട്ട് മുണ്ടാതെ ഇരിക്കണോ അല്ലേ? നോ ഐ ഡി തരും വേണുഗോപാൽ. കറക്റ്റ്. നീ ആ കമൻറ്റ് ഡിലീറ്റ് ആക്കിയത്. നിനക്കൊക്കെ ഞാൻ ഇപ്പം ചെറിയ ഡോസ് ചെയ്തിരുന്നുള്ളൂ കേട്ടോ. എത്ര ലേറ്റ്സ് വന്ന് ചാവുന്നു ഈ പറയും എങ്ങനെ ചാവുക? എടാ ഞാൻ എങ്ങനെ ലേറ്റ്സ് വന്ന് ചാവുക? ഞാനല്ലോ പണിക്ക് പോണ്. പഴച്ചു പറ്റി നിൻ്റെ തള്ളയിലടാ പണിക്ക് പോണത്. എന്തുവാട്ടത് പോടാ. നിൻ്റെ തള്ളേനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടാ കേട്ടോട്ടാ. എന്തുവാട്ടത് അറിയാതെ എങ്ങാനും ചിലപ്പോൾ വച്ചിരിക്കുന്നുണ്ടാവും. ഒന്ന് പോടാ. നിൻ്റെ തള്ളയൊന്ന് നല്ല രീതിയിലൊന്ന് ടെസ്റ്റ് ചെയ്യടാ മോനെ കേട്ടോടാ. അവൻ വന്നേക്കുന്നു. സുൽത്താൻ്റെ മഞ്ചത്തി ഹായ്. ഇങ്ങോട്ട് വന്ന് ഉണ്ടാക്കലടാ മോനെ. നിന്നെക്കായും എത്രതിനെ കണ്ടക്കണം എന്നിട്ടല്ലേ നീ പെടാ നീയൊക്കെ എനിക്ക് ഫൺ വിത്ത് ഹായ്. പിറന്നാൾ ആശംസകൾ ഇങ്ങനെ തെരുപറഞ്ഞ് നിനക്കൊരു പരിധിയുണ്ട് ആണോ? ആയിക്കോട്ടെ. ഇത്താടെ വീഡിയോ ഞാൻ കണ്ടല്ലോ, സെറ്റിലുണ്ടല്ലോ. ആണോ? നീ കണ്ട ആസ്വദിച്ചേടാ. നിൻ്റെ തള്ളക്കും കാണിച്ചു കൊടുത്തേക്ക്. നിന്നെ വേണമെങ്കിൽ തന്തയ്ക്കും കാണിച്ചു കൊടുത്തേക്ക് കേട്ടോ. താത്ത നിങ്ങളൊന്ന് നോമ്പെടുക്കാൻ നിൽക്കണ്ട. പിന്നെയും ജീവനോട് ഉണ്ടാകില്ല. ഈ നോമ്പ് ശാസ്ത്രീയമാണ്. പോടാ. ഹായ് സുഖമന. അതെന്തുവാടാ? ഹായ് താത്ത. ഹായ് ഹായ് ഹായ്.